കാലാവസ്ഥയിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് മഴ ദുർബലമാവുകയാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്കാണ് സാധ്യത. എന്നാൽ ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് വിലയിരുത്തൽ. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്കും പിൻവലിച്ചിട്ടുണ്ട്. സ്വാന്തന സാജുവാണ് നമുക്കൊപ്പം ചേരുന്നത്. സ്വാന്തന, അപ്പോൾ എങ്ങനെയാണ് ഇന്നും നാളെ മുതലുള്ള മറ്റു ദിവസങ്ങളിലുള്ളൊരു കാലാവസ്ഥ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ശ്രുതി, സംസ്ഥാനത്ത് മഴ ദുർബലമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ സംസ്ഥാനത്ത് ചെറിയ മഴ മാത്രമാണ് ഉള്ളത്. നിലവിലിപ്പോൾ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാ ജില്ലകളിലും നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്കുള്ള സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് വരുന്നുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വരെയൊക്കെ വേഗത്തിൽ ചിലയിടങ്ങളിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ തന്നെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ആ വിലക്കുകളെല്ലാം തന്നെ നിലവിൽ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ നിന്ന് നിലവിലിപ്പോൾ മത്സ്യബന്ധനത്തിന് പോകാം എന്നുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, നിലവിലിപ്പോൾ മഴ ദുർബലമാണെങ്കിൽ പോലും ബംഗാൾ ഉൾക്കടലിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അത് വരും മണിക്കൂറിൽ ഒരു ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂനമർദ്ദമായി മാറുന്ന മുറയ്ക്ക് ചിലപ്പോൾ കേരളത്തിൽ മഴ കുറച്ചുകൂടി ശക്തി പ്രാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുകൂടി കാലാവസ്ഥാ വകുപ്പ് എന്തായാലും വ്യക്തമാക്കുന്നുണ്ട്. വരുന്ന ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ചക്രവാത ചുഴി ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. അതോടുകൂടി നിലവിലെ മഴ കുറച്ചുകൂടി ശക്തമായി മഴ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ 5 ദിവസത്തെ മഴ മുന്നറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഒരു ദിവസവും നിലവിൽ ഇപ്പോൾ മഴ മുന്നറിയിപ്പ് ഒന്നും തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ല. ശരി.